ലോകമെങ്ങും പാരീസ് ഒളിമ്പിക്സിൻ്റെ ആവേശത്തിലാണ്. ഈ ഒരു ആവേശത്തിൽ കേരളത്തിനും അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വനിതാ അത്ലറ്റുകളുടെ കാര്യത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചു എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, ഇപ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിൽ ഒരു വനിത പോലും കേരളത്തെ പ്രതിനിധിച്ച്, ഇന്ത്യയെ പ്രതിനിധിച്ച് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഒളിമ്പ്യനും കൂടിയായിട്ടുള്ള അത്ലറ്റുമായിട്ടുള്ള മേഴ്സിക്കുട്ടൻ. മാം, എന്താണ് ഈ ഒരു രീതിയിൽ ആളുകളിപ്പോൾ ഈ വനിതകളുടെ ഒരു കുറവ് ഈ ഒളിമ്പിക്സിനെ നന്നായി ബാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു വനിതകൾ കുറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇപ്പം കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ ഈവൻറ്റ് കുറവാണ്. 400 റിലേ ആയിരുന്നു നമ്മൾ പങ്കെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിനേക്കാളും നന്നായിട്ട് ചെയ്യുന്ന അവരുടെ ഫെസിലിറ്റീസാണ്. അവർ എല്ലാ സ്റ്റേറ്റുകാരും നല്ല ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത്. കേരളത്തിൽ ഇപ്പം നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് കായിക താരങ്ങൾ കുറഞ്ഞു കൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ മുൻകൈ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ്റാണ് മുന്നോട്ട് വന്നിട്ട് നമ്മുടെ ഇപ്പം മെയിൻലി നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളൊക്കെ പേരൻസിന് സ്പോർട്സിന് അവയർനെസ് കുറവാണ്. അപ്പോൾ അവർക്ക് ആ കുറവ് അവരെ അത് നികത്തിക്കൊണ്ട്, പണ്ടെന്ന് പറയുന്നത് നമുക്ക് 6, 7 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതല്ല, 1, 2 കുട്ടികളാണ്. അപ്പോൾ കൂടുതൽ അവർ സ്റ്റഡീസിലേക്കാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഇതിനു വേണ്ടിയിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുട്ടികൾ ഇനി മുൻകൈ എടുക്കേണ്ടത് ആരാണ്? കായിക അധ്യാപകരാണ്. ഇപ്പം കായിക അധ്യാപകരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം കായിക അധ്യാപകന്മാർ ചിലർ പണിയെടുക്കുന്നുണ്ട്, ചിലർ പണിയെടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്, മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ സംസാരിക്കുകയും ചെയ്തത്. ഇതൊരു താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ കായികമല്ലോ വേണമെന്ന് തീർച്ചയായിട്ടും വരണം. സ്കൂൾ ലെവലിലാണ് നമ്മളൊക്കെ കായിക താരങ്ങളെ അങ്ങനെയാണ് ഏറ്റെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ഈ ഒളിമ്പിക്സിലെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും മറ്റൊക്കെ പങ്കെടുക്കുന്ന വനിതകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ അത്ലറ്റുകളുടെ എണ്ണത്തിൽ തന്നെ ക്രമാതീതമായ കുറവുണ്ട്. തീർച്ചയായിട്ടും ഓരോ വർഷം തോറും ചെല്ലും തോറും ഇപ്പം അത് കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കായികാധ്യാപകരുടെ കുറവ് സ്കൂളുകളിൽ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ വേണമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് ഗവൺമെൻറ് എടുക്കേണ്ട ഡിസിഷനാണ്. ആ കാര്യത്തിലൊക്കെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് അപ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. അതെ, സർക്കാരാണല്ലോ ചെയ്യേണ്ടത്, അല്ല നമ്മളെ പോലെ സ്പോർട്സ് പേഴ്സണൊന്നും അല്ല. അത് സർക്കാരാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇവരുടെ ഇവർ അങ്ങനെ നമ്മൾ സംഘടനയായിട്ട് നടന്നാൽ മാത്രം പോരല്ലോ, നമ്മൾ ഇത് ചെയ്യുകയും ചെയ്യണം. നമ്മൾ അവരെ എടുക്കാനുള്ള ഇപ്പോൾ എത്രയോ പേരാണ് BPEഡും MBAയുടെയും കഴിഞ്ഞ് നിൽക്കുകയാണ്, അവർക്ക് ജോലിയില്ല. സ്കൂൾ ഒളിമ്പിക്സ് പോലെയുള്ള പുതിയൊരു ഉദ്യമം അത് ഇത്തരത്തിലുള്ള ഒളിമ്പിക്സിലേക്കൊക്കെ ഉള്ള ഒരു ചുവടുപടിയായി ഒരു പടിയായി മാറുമോ കുട്ടികൾക്കൊക്കെ? എനിക്ക് എത്രത്തോളം ഇത് നല്ലത്, ഇത് 4 വർഷം കൂടുമ്പോൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാനതാണ് ഇപ്പം പറയുകയും ചെയ്തത്. 4 വർഷം കൂടുമ്പോൾ നമ്മൾ എടുക്കുന്നതിന് നമുക്ക് ഈ എടുക്കുന്ന അടുത്ത ഇപ്പോൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത 2-3 കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 3-4 ഒളിമ്പിക്സ് കഴിയുമ്പോഴത്തേന് ഈ ഒളിമ്പിക്സിൽ സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കുട്ടികൾ അതിലേക്ക് വരാനുള്ള പരിശ്രമം നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. ഈ രീതിയിൽ ഒളിമ്പിക്സിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം കൂടണം. കേരളത്തിൻ്റെ പ്രാതിനിധ്യം അത് വനിതകളുടേതാണെങ്കിലും പുരുഷന്മാരുടേതാണെങ്കിലും പ്രാതിനിധ്യം കൂടണം എന്നുള്ളതാണ് മേഴ്സിക്കുട്ടൻ ഉൾപ്പെടെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, റിപ്പോർട്ടർ, കൊച്ചി.